Welcome back to our YouTube channel. We are a family. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹ്യൂജ് ബേബി ഡ്രസ് ഹോൾ വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഇത്രയും മദർഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ കുഞ്ഞുമോനും ഇപ്പോൾ അയർലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അയർലൻഡിലെ വിശേഷങ്ങളുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഫാമിലി വ്ളോഗ്സ്, പിന്നെ കുറച്ച് ടിപ്സ്, അത്തരം വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ അതാണ് കുറച്ചും കൂടി കംഫർട്ട് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം ഞങ്ങൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണെന്നുള്ള വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനീഷ്യലി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേബി പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ക്രിബ്, പിന്നെ ഇനീഷ്യലി ഞങ്ങളുടെ മോന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് മേടിച്ച സാധനങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത്രയും നാളായിട്ടും ഡ്രസ്സും ഒക്കെ ഓൺലൈനായിട്ട് തന്നെയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 11 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മോന്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ്സും ഒക്കെ ഓൺലൈനായിട്ടാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പത്തെ വീഡിയോസിലൊന്നും ഞാൻ ഡ്രസ്സ് അധികം ചെയ്യാറില്ല, ഹോൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ഓൺലൈനായിട്ട് മേടിച്ചിട്ടും ചെയ്യാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിവിടെ അയർലൻഡിലെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ നിന്നാണ് കൂടുതലായിട്ടും ഡ്രസ്സ് മേടിക്കാറുള്ളത്. ഞങ്ങളുടെ മോന് വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇത് ബേബി ഡ്രസ് ഹോൾ വീഡിയോ ആണല്ലോ. അപ്പോൾ ഓൺലൈനായിട്ട് അയർലൻഡിലെ സ്റ്റോറിൽ നിന്നാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഹോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ലല്ലോ. കാരണം നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലായിട്ടും നാട്ടിലുള്ളവരുള്ളതാണ്, പിന്നെ വേറെ കൺട്രിയിലുള്ളവരുണ്ട്, അയർലൻഡിലുള്ളവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബേബി ഡ്രസ് ഹോൾ വീഡിയോ എന്ന് വിചാരിച്ചാൽ നാട്ടിലുള്ളവരാണെങ്കിലും അല്ല വേറെ ഏതെങ്കിലും UK അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയിലുള്ളവരാണെങ്കിലും അല്ല അയർലൻഡിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും റീച്ച് ആവുന്ന രീതിയിലുള്ള സൈസിലാണ് ഞാൻ ഇത്തവണ ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ ഹോൾ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ആമസോൺ ഇന്ത്യയിൽ ഞാൻ മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെങ്കിൽ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ കൊടുക്കുന്ന ലിങ്ക് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല, കറക്റ്റായിട്ട് എനിക്ക് ഫോക്കസായി പോകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിക്ചർ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് വൈസ് അങ്ങനെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. അതല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏത് പ്രോഡക്റ്റാണെന്ന് വിചാരിച്ചാൽ. അപ്പം ഞാൻ എൻ്റെയിലുള്ള ലിങ്ക് തരാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് വരാനായിട്ട് നോക്കാം. അപ്പം ആദ്യത്തെ വന്നിട്ടുള്ളത് ഈ ഒരു കുർത്ത ആൻഡ് ധോത്തി സെറ്റാണ് കേട്ടോ. അപ്പം ഇത് ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് വന്നിട്ട് ഒരു ടിബർ ടാബർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ സ്റ്റിച്ചഡ് ധോത്തി അല്ലെങ്കിൽ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ആമസോണിലാണെങ്കിലും ആദ്യം വരുന്നത് ഇവരുടെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, കാരണം അത്രയധികം റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത് വന്നിട്ട് യെല്ലോ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ള, നല്ല ബ്രൈറ്റ് യെല്ലോ ആണ്. അപ്പൊ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, കളർ ചേഞ്ച് വരുന്നുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ചെറിയ ക്യൂട്ട് ലിറ്റിലായിട്ടുള്ള എംബ്രോയിഡറീസ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ ഫുള്ള് ഓപ്പൺ ആണ് കേട്ടോ, ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇടാനൊക്കെ ഡ്രസ്സ് ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര കംഫർട്ടായിരിക്കും. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് 6 to 12 മന്തിൻ്റെയാണ്. അങ്ങനെയാണ് കേട്ടോ സൈസ് വന്നിരിക്കുന്നത്, 6 to 12 മന്ത്. അപ്പം ഞങ്ങളുടെ മോനെ ഏകദേശം ഫസ്റ്റ് ഇയർ 1 year ആവാറായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സൈസ്. ഇത് ഏകദേശം കറക്റ്റാണ് കേട്ടോ അവന് സൈസ് വന്നിട്ട്. അപ്പോൾ ഒരു 6 month ഉള്ള കുട്ടിക്കൊക്കെ ഇത് ഇത്തിരി ലൂസാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെ സൈസ് വ്യത്യാസം വരുമല്ലോ, പെർസെൻറ്റേജ് ഗ്രോത്ത് വരില്ല. അപ്പം ഞങ്ങളുടെ മോനെ ഏകദേശം ഇത് കറക്റ്റാണ്. പിന്നെ വന്നിട്ട് ഇവിടെ എൻഡിലും ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാൻസ് വന്നിട്ട് ഇത് ശരിക്കും ധോത്തി പാൻറ്റിൻ്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ശരിക്കും സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് വരും. അപ്പം നമ്മുടെ മുണ്ടൊക്കെ ഇല്ലേ, സ്റ്റിക്ക് മുണ്ടൊക്കെ ഉണ്ട്, അതുപോലെ ഒരു സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ധോത്തിയാണ്. ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ധോത്തിയിട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ സ്റ്റിച്ചഡ് ആയിട്ട് ആ ഒരു പാറ്റേണിൽ കൊടുക്കും. പിന്നെ ഇതും നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ.
പിന്നെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്നഗ് ഇട്ടാലും ഒരുപാട് ബൾജ് ചെയ്ത് നിൽക്കണ പോലെ ഒന്നും തോന്നില്ല. പിന്നെ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കും ചെയ്യും. പിന്നെ എലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അരയിലുള്ള ടൈറ്റ് ആവും, അധികം ലൂസ് ആവുന്നില്ല. പിന്നെ ഇവിടെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് അഡീഷണൽ വേണ്ടിയിട്ട്. ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. എന്തെങ്കിലും ഫംഗ്ഷനോ ട്രഡീഷണൽ ഫംഗ്ഷനോ ഒക്കെ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 2000 അറൗണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൈസിന് ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ പല വെറൈറ്റീസും ഞാൻ കണ്ടു. ഇതിന്റെ വൈറ്റും കണ്ടു. അപ്പൊ വൈറ്റാണ് കൂടുതൽ ആളുകൾ മേടിക്കുന്നത്. പിന്നെ ഒരു കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യെല്ലോ മേടിച്ച് പല പാറ്റേണും കണ്ടുട്ടോ. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഈ ഡ്രസ്സ് വീഡിയോ ഇടുന്നതിന് മുമ്പ് ഡ്രസ്സ് അങ്ങനെ ഇടുകയാണെങ്കിൽ ഫോട്ടോ കൂടി ആഡ് ചെയ്യാട്ടോ ഞങ്ങളുടെ മോന്റെ. പിന്നെ വന്നിട്ട് ഇതിപ്പോ ഞങ്ങള് ആമസോൺ ഇന്ത്യ എന്നാണ് മേടിച്ചിട്ടുള്ള. ഈ സെയിം ഡ്രസ്സ് സെയിം ബ്രാൻഡിന്റെ ഡ്രസ്സ് നിങ്ങൾക്ക് മിന്ത്രയിൽ അവൈലബിൾ ആണ്. പിന്നെ ഫസ്റ്റ് ക്രൈയിലും അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് വേറൊരു സൈറ്റ് ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പ്രൈസ് ഒന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഡെലിവറിയുടെ എന്തൊക്കെ മാറ്റം വരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഫാസ്റ്റസ്റ്റ് ഡെലിവറി ആമസോണിലാണ് തോന്നിയത്. പിന്നെ കൂടുതൽ ഞങ്ങൾ ആമസോണാണ് പ്രിഫർ ചെയ്യാറ്. അതുകൊണ്ടാണ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഏകദേശം ഒരു 10 days ഞങ്ങൾ ഡെലിവറി എടുത്തുട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആണെങ്കിൽ ഇവരുടെ സൈറ്റിൽ നോക്കിയാലും കിട്ടും. അവിടെ നിന്നും ഡെലിവറി ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് ആ സൈറ്റ് റീച്ച് ആയില്ല കേട്ടോ. സെക്കൻഡ് സെറ്റ് ഓഫ് പർച്ചേസ് ഞാൻ നടത്തിയിട്ടുള്ളത് H&M എന്നാണ്. അപ്പൊ H&M ബ്രാൻഡ് അത്യാവശ്യം ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ H&M എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ ഏത് കൺട്രിയിലാണെങ്കിലും അവൈലബിൾ ആണ്. അയർലൻഡിലാണോ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് H&Mന്റെ ഞാൻ കാണിക്കുന്ന സെയിം പ്രോഡക്ട്സ് മിന്ത്രയിലും കൂടി അവൈലബിൾ ആണ് കേട്ടോ. വേറെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഞാൻ നോക്കിയപ്പോൾ കൃത്യമായിട്ട് കണ്ടില്ല. ഇനി H&M വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. മിന്ത്രയിൽ എന്തായാലും ഞാൻ കണ്ടു. പിന്നെ H&M എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ബ്രാൻഡായിട്ട് ചിലപ്പോൾ തോന്നാം. അത് അഫോർഡബിലിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവാം. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം നമ്മൾ കുഞ്ഞുങ്ങളുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് നോക്കുമ്പോൾ, അതായത് കുറച്ച് മദർ കെയർ, ബേബി സോൺ, അത്തരം സ്പെഷ്യലി ഫോർ ബേബീസ് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ഏകദേശം പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് H&M നിന്നും ആ ഒരു പ്രൈസ് തന്നെ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ഓരോരുത്തരുടെ അഫോർഡബിലിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ H&Mന്റെ ഒരു സ്റ്റൈലും അവരുടെ ഒരു കളർ പാറ്റേണും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത്തരം ബേബി ഡ്രസ്സസും കൂടി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് H&M പർച്ചേസ് നോക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് H&Mന്ന് മേടിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വേറെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ നിന്നാണ് മേടിക്കാറ്. അപ്പൊ H&Mന്ന് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് സൈസിന്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി എങ്ങനെയാവും, നമുക്ക് എത്ര ടൈം എടുക്കും, അതിന്റെ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ട്രയലായിട്ട് 2 പ്രോഡക്ട്സ് മേടിച്ചതിന് ശേഷമാണ് കൂടുതലായിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പൊ ആദ്യം ട്രയലായിട്ട് മേടിച്ച പ്രോഡക്ട്സ് കാണിക്കാം. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഈ ഒരു 5 സെറ്റ് ടീസ് ആണ്. ടീഷർട്ട് ബനിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ 2 പ്രൊഡക്റ്റ് ഇനീഷ്യലി മേടിച്ചുള്ളൂ. അപ്പൊ സാധാ ഒരു വാട്ടർ പ്രൂഫ് കവറില്ലേ, അതിലാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. കാർഡ്ബോർഡ് പാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആയിരുന്നു, വാട്ടർ പ്രൂഫ് പാക്കിംഗ് ആയിരുന്നു. അപ്പൊ ഇത് വന്നിട്ട് സൈസ് ഞാൻ മേടിച്ചിട്ടുള്ളത് 9 to 12 മന്തിന്റെ സൈസാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ മോനെ 11 മാസമുള്ളപ്പോഴാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് 9 to 12 മേടിച്ചത്. പക്ഷെ ഇത് വന്നിട്ട് അവന് ഇത്തിരി ലൂസാണ്. അവ കറക്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചിത്തിരി ലൂസാണ്. ആ ഒരു സൈസിന്റെ വേരിയേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ UK പിള്ളേരുടെ സൈസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ സൈസ് മിക്കവാറും നമ്മുടെ മക്കൾക്ക് ഇത്തിരി സൈസ് ചിലപ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വിചാരിച്ചാൽ ഞങ്ങളുടെ മോൻ 25% ഗ്രോത്ത് ആണ്. അപ്പൊ അവന് ഇതുകൊണ്ടാണ് ലൂസ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേടിക്കുമ്പോൾ നിങ്ങളുടെ ലെങ്ത് വൈസ് ഒന്ന് സൈസ് ചെക്ക് ചെയ്ത് മേടിക്കുന്നത് നന്നായിട്ടോ. അപ്പൊ ഇത് ഏകദേശം ഒരു 70, ഇത് വന്നിട്ട് 80 സെന്റിമീറ്റർ ഹൈറ്റുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ വന്നത്. ഞങ്ങളുടെ മോനെ ഏകദേശം 75, 74 ആ ഒരു റേഞ്ചിലുള്ളൂട്ടോ. അതിന്റെ ഒരു ചേഞ്ച് ആയിരിക്കും. പക്ഷെ എന്നാലും സൈസ് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഓരോ പാറ്റേൺ ആയിട്ട് ഞാൻ കാണിക്കാട്ടോ. അപ്പൊ ഇത് 5 പാറ്റേൺസ് ആണുള്ളത്. ഇങ്ങനെ എല്ലാം കുറച്ച് പ്രിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ,
അപ്പൊ 5 സെറ്റ്. അപ്പൊ ഡിഫറെന്റ് കളർ ആയിട്ട് അതിൽ 3 പ്രിന്റ്സ് വന്നിട്ടുള്ള പാറ്റേൺ വന്നിട്ടുള്ള 2 പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ 2 ബട്ടണൊക്കെ ഉണ്ട്. അപ്പൊ ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ സമ്മർ ടൈമിൽ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നും. പിന്നെ ഇത് ഏകദേശം ഒരു 100% കോട്ടൺ ആണ്, ഓർഗാനിക് കോട്ടൺ ആണ്. പിന്നെ മെറ്റീരിയലും നല്ലതാണ്. പിന്നെ അതിന്റെ കളേഴ്സ് ഒക്കെ ഒരു വാം കോസി കംഫർട്ട് കളേഴ്സ് ആണ്. പിന്നെ ഇതിന് പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേൺ ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഏത് പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചാൽ അത് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പിന്നെ പാറ്റേണിന്റെ ചേഞ്ച് അനുസരിച്ച് പ്രൈസ് റേഞ്ചിലും വ്യത്യാസം വരാറുണ്ട്. അപ്പൊ അതും കൂടി ചെക്ക് ചെയ്ത് മേടിച്ച് നല്ല ഡീല് മേടിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അടുത്തത് ഇതിന്റെ ഒപ്പം തന്നെ ഏകദേശം ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ 5 സെറ്റ് ട്രൗസേഴ്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ കുറച്ചും കൂടി ഗ്രീൻ ഷെയ്ഡ്, പിന്നെ ഗ്രേ ഷെയ്ഡ്, പിന്നെ ഇത് ഇത്തിരി ബ്ലാക്ക്, കുറച്ച് മെറൂൺ. അപ്പൊ ഈ ഒരു പാന്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് കുറച്ച് വലുതാണ്. പിന്നെ എന്ന് വിചാരിച്ചാൽ മെറ്റീരിയലൊക്കെ സെയിം തന്നെ, കോട്ടൺ ആണ്, നല്ല കംഫർട്ടാണ്. പിന്നെ ഇവിടെ എലാസ്റ്റിക് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈയും ഉണ്ട്. അപ്പൊ അരഭാഗത്ത് നല്ല കംഫർട്ടായിട്ടാണ് കിടന്നോളും. പിന്നെയുള്ളതെന്ന് വിചാരിച്ച ഒരു പ്രോബ്ലം എന്ന് വിചാരിച്ചാൽ ഞാനിത് പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടി. എന്താണെന്ന് വിചാരിച്ചാൽ കാലിന്റെ അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് ടക്കിങ് ഉള്ള പോലെ റിബ്ഡ് ആയിട്ടുള്ള എലാസ്റ്റിക് ഉള്ള പാന്റാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ഇത് അങ്ങനെ ഇല്ല, നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന പൈജാമാസ് പോലെയാണ്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നടന്നു തുടങ്ങിയ പിള്ളേരൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസ് ആണെങ്കിൽ ഇത് ലെങ്ത് കൂടുതലാണെങ്കിൽ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫോൺ ഇത് ഇത്തിരി ലൂസ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അത് കറക്റ്റ് അല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ടൈപ്പ് പാന്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, കാണിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ പാൻസ് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. എന്തായാലും ഇത് നല്ല പയ്യാണ്, നല്ല മെറ്റീരിയൽ ആണ്. സൈസിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 14 days എടുത്തുട്ടോ ഡെലിവറി കിട്ടാനായിട്ട്. അപ്പൊ 10 വർക്കിംഗ് ഡേയ്സ് ആണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാറ്റർഡേ സൺഡേ ഒക്കെ ആവുമ്പോൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച എടുത്തതിന് ശേഷമാണ് പ്രോഡക്ട്സ് വന്നത്. അപ്പൊ സൈസിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ആയി. പാക്കേജിങ്ങും അത്യാവശ്യം നല്ലതാണ്. അപ്പൊ അത് പിന്നെ പ്രൈസും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല നമ്മൾ വേറെ ഏത് സൈറ്റിൽ കൂടെ നോക്കിയാലും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അച്ഛനമ്മീന്ന് രണ്ടാമത് പർച്ചേസ് ചെയ്തു ഈ ഒരു പ്രോഡക്റ്റ് വന്നതിന് ശേഷം. അപ്പൊ തന്നെ സെക്കൻഡ് ഡെലിവറിയും കൂടി കൊടുത്തു. അപ്പൊ ആ സെറ്റ് പ്രോഡക്ട്സ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ടാമത് ഞങ്ങൾ മേടിച്ചപ്പോൾ കുറച്ചധികം പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ്, കട്ടൺ ബോക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡെലിവറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവേഴ്സിൽ ഇങ്ങനെ ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രോഡക്ട്സും. അപ്പൊ ആദ്യം തന്നെ മേടിച്ചിട്ടുള്ളത് ഇതുപോലത്തെ 2 ഷോർട്സ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഷോർട്ടും ഇതിൽ കുഞ്ഞ് ബോട്ടിന്റെ പിക്ചറൊക്കെ ഉണ്ട്. ഭയങ്കര ക്യൂട്ട് ഡിസൈനാണ്. പിന്നെ കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു ഷർട്ട്. മറ്റേ ഞാൻ ട്രൗസേഴ്സ് കാണിച്ചില്ല, പാൻസ് കാണിച്ചില്ല, അതിന്റെ സെയിം മെറ്റീരിയൽ ആണ്, കോട്ടൺ ആണ്. പിന്നെ എലാസ്റ്റിക് ആണെങ്കിലും പിന്നെ ടൈ ആണെങ്കിലും ഉണ്ട്. പിന്നെ ഇത് ഞാൻ സൈസ് പിന്നെ മേടിച്ചിട്ടുള്ളത്, മറ്റേത് രണ്ടും ഞാൻ മേടിച്ചത് 9 to 12 months സൈസ് ആയിരുന്നു. പിന്നെ ഞാൻ സൈസ് 6 to 9 months ഈ സൈസ് മേടിച്ചിട്ടുള്ളത്. എന്നാലും ഇത് ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഷോർട്സ് ഞങ്ങൾ ഇവിടെ അധികം യൂസ് ചെയ്യാറില്ല, കാരണം തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട്. പിന്നെ പക്ഷെ ഷോർട്സ് ഇടുമ്പോൾ കാണാൻ ക്യൂട്ടാണല്ലോ എന്നുള്ളതിൽ ഈ ഒരു ഡിസൈനാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് കേട്ടോ ഞാൻ അത് 2 മേടിച്ചിട്ടുള്ളത്. എന്നാലും ഇത് ഭയങ്കര കംഫർട്ടാണ്, നല്ല ഭയമായിട്ട് തന്നെയാണ് തോന്നിയിട്ടോ കേട്ടോ. ഞാൻ അടുത്തത് മേടിച്ചിട്ടുള്ളത് മെയിൻ ഡ്രസ് ഇട്ടാ. അപ്പൊ ഈ ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ. അത് ഒരു 5 piece സെറ്റ് ആണ്. 5 അല്ലല്ലോ, സോറി, 1 2 3 4 piece സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രസ്സാണ്. അപ്പൊ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് മേടിച്ചതിന്റെ ഫിറ്റിംഗ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ട്രയലൊക്കെ ആദ്യം ഞാൻ മേടിച്ചു നോക്കിയിട്ടോ. അപ്പൊ ഇത് ഞങ്ങളെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏതാന്ന് വിചാരിച്ചാൽ അതാണോ അതിന് മുമ്പ് ഈ ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്തായാലും പിക്ചർ ഇടാം കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഒരു കോട്ടന്റെ ഷർട്ടാണ്. ഇത് ഒരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ. പിന്നെ ഇത് ലൈറ്റ് ബീഞ്ച് ആയിട്ടുള്ള ഒരു കോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോ വന്നിട്ടുണ്ട്. ഇത് ആഷ് കളറാണ് കേട്ടോ. ഇതിന് എലാസ്റ്റിക് ഒക്കെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ മേടിച്ചത് 9 to 12 months ആണ്. ഇത് 74 centimeter ആണ് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം കറക്റ്റ് ആണ് ഞങ്ങളുടെ മോന്.
പിന്നെ ഇത് കോട്ടൺ ആണ്, ലിനൻ മിക്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ പാൻസ് ആണെങ്കിലും സെയിം കളർ ആയിട്ടുണ്ട്, സൈസൊക്കെ കറക്റ്റ് ആണ്, എലാസ്റ്റിക്കും ഉണ്ട്, ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് സൈസിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഉള്ളിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര നല്ലൊരു പാറ്റേൺ ഡിസൈനാണ്, ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു 5 പീസ് ട്രൗസേഴ്സിന്റെ സെറ്റാണ് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഒരെണ്ണം വൈറ്റ്, പിന്നെ ഗ്രീൻ, പിന്നെ ഈ ഒരു ഷെയ്ഡ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം, അതായിരിക്കും ബെറ്റർ. ഇത് വായിക്കും, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഇത് കുറച്ചും കൂടി നല്ല ചെറിയ ലൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ലൈറ്റ് ബീച്ച് കളറില്. അപ്പൊ ഈ ഒരു ട്രൗസറാണ് ഞാൻ നേരത്തെ പറഞ്ഞോ. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഈ കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. പിന്നെ പ്രൈസും നമ്മുടെ കളർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് മാറിപ്പോകും. അപ്പൊ ഇതും 6 to 9 monthsന്റെയാണ് മേടിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞ മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ്, ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് മെറ്റീരിയൽ തോന്നിയത്. പിന്നെ ഇതിന്റെ എലാസ്റ്റിക് വന്നിട്ടുണ്ടോ, ഇത് നമ്മൾ ടൈ ഒന്നും ഇല്ല, പക്ഷെ എലാസ്റ്റിക് ആയിട്ട് തോന്നില്ല, ജസ്റ്റ് ഇങ്ങനെ റിബ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ നാപ്പി പാൻസ് ഒക്കെ യൂസ് ചെയ്യില്ല, അതിന്റെ പോലെയാണ്, കറക്റ്റ് കംഫർട്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് നിൽക്കും. വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇടുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ അടിഭാഗത്തും ഇങ്ങനെ റിബ്ഡ് ആയിട്ട് ഇതുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നോളും, ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിന്നോളും. മുട്ടിന്റെ ഉപ്പിറ്റിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോയി കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ വീഴാനുള്ള അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണല്ലോ കൂടുതൽ പ്രോബ്ലം വരും. കൂടുതലാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിൽക്കും. അപ്പൊ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാൻസ്. പിന്നെ ഇതിന്റെ കളർ ഭയങ്കര കംഫർട്ട്, കോസി, ഭയങ്കര കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര സ്പെഷ്യൽ സോഫ്റ്റ് കളറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവസാനമായിട്ട് H&Mന്ന് വെച്ചിട്ടുള്ളത് ഈ 3 പൈജാമ സെറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചതിന് ശേഷം ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഇതാണ് ഷെയ്ഡ്സ് വന്നിട്ടുള്ളത്. ഇതും 6 to 9 monthsന്റെയാണ് ഉണ്ടാവും ഞാൻ സൈസ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ലെങ്ത് വൈസ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം H&Mന്ന് മേടിക്കായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് 100% കോട്ടൺ ആണ്, പിന്നെ ഓർഗാനിക് മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ വെച്ചാൽ പിന്നെ ഇവിടെ ഓപ്പൺ ഉണ്ട്, നമുക്ക് ഫുൾ ആയിട്ട് ബട്ടൺസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഡ്രസ്സ് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഇതിന്റെ കൈയും കാലും പുറത്തിടാനുള്ള ഗ്യാപ്പ് ഉണ്ട്. സാധാരണ ഇത്തരം പൈജാമ സെറ്റ്സ് ഇത്രയും നാൾ ഞങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാൻ കാലും കൂടി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ മോൻ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കാലും ഓപ്പൺ ആയിട്ടുള്ളത് വെച്ചത്. അപ്പൊ മോർണിംഗിലാണെങ്കിലും രാത്രി ഉറങ്ങുന്ന ടൈമാണെങ്കിലും ഇത് ഇടാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. തേർഡ് സെറ്റ് ഓഫ് പർച്ചേസ് നടത്തിയിട്ടുള്ളത് ഡൺ സ്റ്റോഴ്സ് എന്നാണ് കേട്ടോ. അവിടുത്തെ ഡ്രസ്സ് പ്രോഡക്ട്സ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഡൺ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അയർലൻഡിലെ ഒരു കമ്പനിയാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. സ്പെയിൻ അങ്ങനെ കുറച്ച് കൺട്രീസിലുണ്ട്, പക്ഷെ എന്തായാലും നാട്ടിലൊന്നും അവൈലബിൾ അല്ല, നാട്ടിലൊന്നും അവൈലബിൾ അല്ല തോന്നുന്നു. അപ്പൊ നാട്ടിലുള്ളവർക്ക് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കാരണം പാറ്റേൺ ഓഫ് ഡ്രസ്സസ് കാണാമല്ലോ. അപ്പൊ സെയിം പാറ്റേൺ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി എന്തായാലും കിട്ടിയില്ലെങ്കിലും വേറെ കമ്പനീസിന്റെ ആണെങ്കിലും നാട്ടിലുള്ളവർക്ക് യൂസ് ചെയ്യാമല്ലോ. കാരണം ഈ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസിന്റെ ഡ്രസ്സ് അല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്, കുറച്ച് വെറൈറ്റി ഡ്രസ്സാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ മുമ്പ് തൊട്ടേ ഞങ്ങൾ ഡൺ സ്റ്റോഴ്സിൽ നിന്നാണ് മേടിക്കാറുള്ളത്. അപ്പൊ അവിടുത്തെ സൈസൊക്കെ മോന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഏതൊക്കെ സൈസ് മേടിക്കുന്നത് എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് പിന്നെ സൈസിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതനുസരിച്ചിട്ടുള്ള മേടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് നോക്കാം. അപ്പൊ ഇവരുടെ പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോർമൽ ഒരു വാട്ടർ പ്രൂഫ്, നമ്മൾ ആമസോണിനൊക്കെ ഒരു കവർ വരില്ല ആ രീതിയിലുള്ള ഒരു പാക്കിംഗ് ആണ് വരാറുള്ളത്. പിന്നെ കാർഡ്ബോർഡിലൊന്നുമല്ല, നോർമൽ കവേഴ്സിൽ തന്നെ അവരുടെ കവറിലാണ് വരെ, വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇന്റേണൽ ആയിട്ട് ചിലതിനൊക്കെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അഡീഷണൽ പാക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഓരോന്നിന്റെ പാക്കിങ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. പാക്കിംഗ് എന്നാലും പുവർ പാക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ക്വാളിറ്റി പാക്കിംഗ് തന്നെയാണ്. സ്പെഷ്യൽ ഭയങ്കര ഫാൻസി പാക്കിംഗ് ഒന്നും ഇല്ല, ഒരുപാട് പ്ലാസ്റ്റിക്കോ യൂസും ഇല്ല കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് ആണെന്നാണ്. അപ്പൊ ഇത് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ അറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ പാറ്റേൺ വന്നിട്ടുള്ള.
അപ്പൊ ഇതെന്തിനാന്ന് വിചാരിച്ചാ ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാട്ടോ. അപ്പൊ കണ്ടിട്ടുള്ളവരൊന്ന് ക്ഷമിക്കുക. അപ്പൊ ഇത് രാത്രി കിടന്നുറങ്ങുമ്പോ യൂസ് ചെയ്യാനുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോ ഉറങ്ങുമ്പോ കുഞ്ഞുങ്ങൾക്ക് പുതച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അവർ പുതച്ചൊന്നും അത്ര കംഫർട്ടായിട്ട് കിടക്കില്ല. അപ്പൊ തണുപ്പുള്ള സമയത്തൊക്കെ ഇതിനകത്ത് കിടത്തി ഉറക്കി കഴിഞ്ഞാൽ പുതയ്ക്കണതിന് തുല്യമാണ്. പിന്നെ ഇത് കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ കൈ രണ്ടും പുറത്ത് വരും, കാല് ഫുൾ കവേർഡ് ആയിരിക്കും, പിന്നെ ഹെഡ് ഒബ്വിയസ്ലി പുറത്തേക്ക് വരും കേട്ടോ. ഇത് നമ്മൾ ബട്ടൺ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. സൈഡിലും ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു സിബ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നമ്മള് പുതപ്പൊക്കെ ഉള്ള പോലെ. പിന്നെ ഇത് നമുക്ക് നോർമലായിട്ട് വാഷ് ചെയ്യാവുന്നുള്ള ഹാൻഡ് വാഷ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാം. അപ്പൊ ഇതും ഓർഗാനിക് കോട്ടൺ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സൈസ് കൂടുതലായിട്ട് 12 to 18 months കുഞ്ഞുങ്ങൾക്കാണ് യൂസ് ചെയ്യുക. ഞാൻ ഇത് മേടിച്ചിട്ടുള്ള ഒരു 90 centimeter അറൗണ്ട് ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും സൈസിന്റെ ആവശ്യമില്ല, എന്നാലും ഞങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് 12 months വരെയാണ്. അപ്പൊ അത് ഏകദേശം കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൈസ് മേടിച്ചെന്നുള്ള കിടന്ന് ഉറങ്ങുമ്പോ കുറച്ചും കൂടി ലൂസായിട്ട് സ്ഥലമുള്ളതല്ല നടക്കുക. ശരിക്കും ഉറങ്ങാനൊരു സ്ലീപ്പിംഗ് ബാഗ്, നമ്മള് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗില്ല, ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ കിടന്നുറങ്ങുമ്പോ ഒരുപാട് ഉരുണ്ട് നടന്ന് ഫുൾ ബെഡിൽ കിടന്ന് ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടന്ന് പ്രോബ്ലം വരാറുണ്ട്. അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അധികം ഉരുണ്ട് പോകത്തൊന്നുമില്ല. കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഏകദേശം കിടന്നോളും, കൂടുതൽ കംഫർട്ടായിട്ട്. അതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഈ ഒരു സ്ലീപ്പിംഗ് സ്യൂട്ട്സ് ആണ് കേട്ടോ. 2 സ്ലീപ്പിംഗ് സ്യൂട്ട്സ് രണ്ടെണ്ണമായിട്ടുള്ള സെറ്റാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് 9 to 12 months. പിന്നെ ഇത് കുറച്ച് സൈസ് കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് കിടക്കും. പിന്നെ ഇതിന്റെ കാലും കൂടി കുറച്ചും കൂടി ഇല്ലാത്തുണ്ടല്ലോ. അപ്പൊ ഇത് മറ്റേ അച്ഛനമ്മനെ മേടിച്ചതിന്റെ വ്യത്യാസം എന്താന്ന് വിചാരിച്ചാൽ ഇതിന് വന്നിട്ട് ലെഗ് കവേർഡ് ആണ്. പിന്നെ അടിയിൽ ഇങ്ങനെ ഗ്രിപ്പ് ഉണ്ട്. അപ്പൊ നടക്കുമ്പോ വലിയ പ്രോബ്ലം ഒന്നുമില്ല, വീഴുന്നൊന്നുമില്ല. ഇത് രാത്രി യൂസ് ചെയ്യാൻ ഉറങ്ങുമ്പോ മറ്റേ ബാഗില്ലെങ്കിലും നമുക്ക് ഇത് കുറച്ചും കൂടി അത്രയും ബാഗിന്റെ ആവശ്യമില്ലെങ്കിലും ചെറിയ തണുപ്പത്തൊക്കെ ഇത് ഇടാൻ നല്ലതാണ്. ക്യൂട്ട് പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 ബ്ലൂ ഷെയ്ഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് സിബ് ഓപ്പൺ ആണ് കേട്ടോ, ഇവിടെ തൊട്ട് ഫുള്ളായിട്ട്. അപ്പൊ ഇത് ഇടാനും ഭയങ്കര കംഫർട്ടാണ്. രണ്ടും നല്ല പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ ഇത് കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ്, ഓർഗാനിക് കോട്ടൺ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു 5 piece സെറ്റ് ബോഡി സ്യൂട്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം, എല്ലാതായിട്ട് ഞാൻ തുറന്നു വെറുതെ കാണിച്ചിട്ടാൻ കളയുന്നില്ല. അതൊക്കെ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുക. എല്ലാത്തിനും ചെറിയ ചെറിയ പാറ്റേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ബോഡി സ്യൂട്ട് എന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് 12 to 18 months സൈസാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളെ മോൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന 12 months വരെയുള്ളതാണ്. അപ്പൊ അത് ഏകദേശം കറക്റ്റ് ഫിറ്റ് ആണ്. അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഞാൻ മേടിച്ചു എന്നുള്ള. അപ്പൊ ഈ ഒരു ഡ്രസ്സ് എന്ന് വിചാരിച്ചാൽ ഇത് ഈ സ്ലീപ്പിംഗ് സ്യൂട്ട് അതിന്റെ ഉള്ളിൽ ഇതിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നോർമൽ മോർണിംഗ് ടൈമിലാണെങ്കിൽ ഈ ഒരു ബനിയനും പിന്നെ പാൻസും യൂസ് ചെയ്താൽ മതി. ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് വിചാരിച്ചാൽ നമ്മുടെ കഴുത്തിന്റെ ഈ പോർഷനില് അത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇങ്ങനെ ബട്ടൺ ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ നിൽക്കും. അപ്പൊ ഊരാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ഇത് കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ്, ഓർഗാനിക് കോട്ടൺ ആണ്. പിന്നെ അടിയിൽ ബട്ടൺസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സ്നഗ്ഗി ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാപ്പിക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ആ സ്നഗ്ഗി ഒരുപാട് ലൂസായിട്ട് താഴേക്ക് പോകുന്നില്ല, കറക്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കും കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഡാൻസ് ക്ലോസിന്ന് മേടിച്ചത് 2 ജോഗേഴ്സ് ആണ് കേട്ടോ, 2 ട്രൗസേഴ്സ്. ഇത് ജോഗർ ടൈപ്സ് ആണ്. അപ്പൊ ഇതെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ, ഞങ്ങളുടെ മോനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പാൻസ് ആയിട്ട് മേടിക്കുന്നത്. അപ്പൊ ഇത് പിക്ചറിൽ ഇങ്ങനെ സൈറ്റിൽ കണ്ടപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് പ്രൊഡക്റ്റ് വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത് കുറച്ചും കൂടി 2-3 എണ്ണം കൂടി മേടിക്കായിരുന്നു എന്ന് തോന്നി. ഞാൻ എന്തായാലും 3 എണ്ണം മേടിച്ചോളൂ. ഇതിന്റെ പ്രിന്റ് നോക്ക്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്യൂട്ട് ലിറ്ററായിട്ട് ആനിമൽസിന്റെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം നല്ല കട്ടിയുണ്ട്. അപ്പൊ അധികം തണുപ്പൊന്നും തട്ടില്ല. പിന്നെ ഇവിടെ അരഭാഗത്താണെങ്കിൽ എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഇവിടെ 2 ടൈ ഉണ്ട്. പക്ഷെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ള.
ഇത് 9 to 12 മന്തിന്റെ സൈസ് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിന്റെ അവിടെ ഇങ്ങനെ ഹുക്ക് ഉണ്ട്. അപ്പൊ ലെങ്ത് കൂടുതലാണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് കയറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിൽക്കട്ടോ. ഈ 2 കളേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം ഇത് കുറച്ചും കൂടി ഒന്ന് മേടിക്കണം കേട്ടോ. ഇതും വന്നിട്ടുള്ളത് ഓർഗാനിക് കോട്ടന്റെ മെറ്റീരിയലാണ്. പിന്നെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഞാൻ 2 ട്രയൽ ആദ്യമായിട്ട് മേടിക്കണോണ്ട് ഞാൻ ജസ്റ്റ് 2 കളർ മേടിച്ചെന്നാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ അയർലൻഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എനിക്കറിയാം എന്തായാലും വീഡിയോസിന് ഒരുപാട് പോരായ്മകളുണ്ട്, ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റാവുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യാം. അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്താനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. എല്ലാവർക്കും യൂട്യൂബിന്റെ ഡീറ്റെയിലൊക്കെ കാണാം, ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. എന്നാലും ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, VRA ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. പിന്നെ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ ആ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്. അപ്പോ ഫോളോ അപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിലൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഓൺലൈൻ പർച്ചേസ് ആണ്. ഞാൻ ഓൺലൈൻ പർച്ചേസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും പറ്റാവുന്ന പോലെ ഓൺലൈനായിട്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സമയം ലാഭിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് പൈസ ഒരുപാട് ലാഭിക്കാം. കാരണം നമുക്ക് കമ്പയർ ചെയ്ത് മേടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പ്രൊമോഷൻ ഒന്നല്ല, എന്നാലും ഞാൻ പറയുമ്പോൾ പിന്നെ മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പൊ പറയാനുള്ള കാരണം എന്ന് വിചാരിച്ചാൽ പുറത്ത് പോകുന്നത് സേഫ് അല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, അതും കൂടി ഞാൻ ഇപ്പൊ പറയുന്നുള്ള. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.